കഴിഞ്ഞ എപ്പിസോഡിന്റെ അവസാനം ലീയും കഴിഞ്ഞ ജന്മത്തിലെ അമ്മായിയച്ഛനെ കാണാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ജന്മത്തിൽ ഇയാളാണ് ലീയെ നിയന്ത്രിച്ചിട്ടുണ്ടായിരുന്നത്. ഇത്തവണ ഇവൻ അയാൾക്ക് ഇവന്റെ ജീവിതം കൊടുക്കുകയില്ല. അവനൊരു കാര്യം പറയുന്നുണ്ട്. പ്രോസിക്യൂട്ടറിലെ പ്രധാനിയായ യോമിനെ നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്തി തരുന്നതാണ്. അയാൾ എന്തായാലും ഈ ലോ ഓഫീസുമായിട്ട് സൈൻ ചെയ്യും എന്ന ഡീല് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയമാണ് അവിടേക്ക് ഇവന്റെ കഴിഞ്ഞ ജന്മത്തിലെ ഭാര്യയും വരുന്നത്. നീ എന്താ ഇവിടെ ചെയ്യുന്നത്? അച്ഛനാണോ ഇവൻ ഇവിടെ വിളിപ്പിച്ചത്? അതിനച്ഛനും ഞങ്ങള് കുറച്ച് കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്, പിന്നീട് വരാനായി അവളോട് പറയുന്നുണ്ട്. അവളും പറ്റില്ലെന്ന് പറയുമ്പോ അയാളൊന്ന് ഞെട്ടുന്നുണ്ട്. എന്റെ ബ്ലൈൻഡ് ഡേറ്റ് ഇവിടെ ഇരിക്കല്ലേ, ഞാനിങ്ങനെ പുറത്തു പോകുന്നതിന് മുന്നേ എന്നെ കണ്ടിട്ടേ പോകാവൂ. അവനും നിങ്ങൾക്ക് എന്തായാലും എന്നെ വിശ്വസിക്കാം, നിങ്ങളുടെ ലോ ഓഫീസുമായിട്ട് പ്രോസിക്യൂട്ടർ യോം സൈൻ ചെയ്യുന്നതായിരിക്കും. അവനും അവളെ കളിയാക്കി സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയം അവളും അവനെ വിളിച്ച് അവിടെ നിന്ന് കൊണ്ടുപോകുന്നുണ്ട്. അയാൾക്കും ആ ഒരു ഡീല് ഇഷ്ടപ്പെടുന്നുണ്ട്. നിന്റെ പ്ലാൻ എന്താ? അച്ഛന്റെ മുന്നിൽ നാണം കെടാനാണോ പ്ലാൻ? ആ പ്രോസിക്യൂട്ടർ ഇന്നേ വരെ ഒരു ലോ ഓഫീസിലും സൈൻ ചെയ്തിട്ടില്ല. അച്ഛനും ഇത്ര പ്രാവശ്യം പറഞ്ഞതാണ്, പക്ഷെ അയാൾ അതിന് തയ്യാറായിട്ടുണ്ടായിരുന്നില്ല. നിങ്ങൾ എന്തിനാ ഇത്രയും കഷ്ടപ്പെടുന്നത്? മിണ്ടാതെ എന്നെ ഒന്ന് കല്യാണം കഴിച്ച പോരെ, എല്ലാ അവസരങ്ങളും നിങ്ങളെ തേടിയെത്തും. പക്ഷേ കല്യാണം കഴിഞ്ഞാലും നമ്മൾ തമ്മിൽ ഒന്നും ഉണ്ടാവില്ല. എന്നെ ശകാരിക്കാനും എന്റെ ഭർത്താവാകാനും ഒന്നും നോക്കണ്ട. അവനും അക്കാര്യം ഓർത്തു നോക്കുന്നുണ്ട്. കഴിഞ്ഞ ജന്മത്തിൽ അങ്ങനെ തന്നെയായിരുന്നു, പക്ഷേ ഇവൾ ഇത്രയും സംസാരിക്കുമെന്ന് അവൻ ഇപ്പോഴാണ് മനസ്സിലാകുന്നത്. കഴിഞ്ഞ ജന്മത്തിൽ അങ്ങനെ ആയിരുന്നില്ല. നീ ഇനി ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വരേണ്ട കാര്യമില്ല, നമ്മുടെ കല്യാണത്തിന് നമുക്ക് കണ്ടുമുട്ടാം. എന്നാ ശരി, ഇവിടെ നിന്ന് പൊക്കോളാനായിട്ട് അവളും പറയുമ്പോ അവനും അവളെ പിടിച്ചു വെക്കുന്നുണ്ട്. നീ ഒന്നുകൊണ്ട് വിഷമിക്കണ്ട, ആ പ്രോസിക്യൂട്ടറിനെ ഞാൻ ഇവിടേക്ക് കൊണ്ടുവരുന്നതാണ് എന്ന് പറഞ്ഞിട്ട് പോകുന്നുണ്ട്. അവൾക്കും എന്തൊക്കെയോ തോന്നുന്നു. ശേഷം ലീയുടെ വീട്ടിൽ അവന്റെ അമ്മയും അവനെ വിളിച്ചുണർത്തുന്നുണ്ട്. അവനും രാവിലെ ഉണരുമ്പോ വളരെ സന്തോഷമാകുന്നുണ്ട്. കഴിഞ്ഞ ജന്മത്തിൽ എനിക്ക് അറിയില്ലായിരുന്നു ഈ ഒരു ശബ്ദത്തിന് ഇത്രമാത്രം പ്രാധാന്യം ഉണ്ടെന്ന്. ശേഷം ഇവനും പുതുതായിട്ട് ചാർജ് എടുക്കാൻ വേണ്ടിയിട്ട് കോടതിയിലേക്ക് വരുന്നുണ്ട്. ആ സമയം ജീനയെ അവൻ അവിടെ കാണുന്നുണ്ട്. കഴിഞ്ഞ ജന്മത്തിൽ ഇവളവനെ സഹായിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ ഈ ജന്മത്തിൽ അവർ ഇതുവരെ നേരിട്ട് സംസാരിച്ചിട്ടില്ല. അവളെ കൈയെടുത്ത് കാണിക്കുമ്പോഴാണ് അവനും അക്കാര്യം ഓർക്കുന്നത്. ഭാഗ്യത്തിന് അവളുടെ പുറകെ ഇവന്റെ കൂട്ടുകാരും വക്കീലും വരുന്നുണ്ടായിരുന്നു. അവനാണെങ്കിൽ ഡയറക്ഷൻ മാറ്റി മറ്റേ വക്കീലിനെ വിളിക്കുന്നുണ്ട്. ജീനയ്ക്ക് ചെറിയൊരു ഡൗട്ട് ഉണ്ടായിരുന്നു, ഇവളുടെ അടുത്താണ് അവൻ സംസാരിക്കാനായിട്ട് വരുന്നതെന്ന്. പക്ഷേ ഇവൻ അഭിനയിച്ചിട്ട് ഇവളെ അറിയില്ലാത്ത ഭാവം കാണിച്ച് കൂട്ടുകാരനോടൊപ്പം പോകുന്നുണ്ട്. നീ സോളിലേക്ക് വന്നോ എന്ന് കൂട്ടുകാരനോട് ചോദിക്കുമ്പോ ആ വരേണ്ടതായിട്ട് വന്നു, നമ്മള് ഒരു റൂമിലാണ് ഇനിയും വർക്ക് ചെയ്യാനായിട്ട് പോകുന്നത്. അവനും വക്കീലിനെയും കൊണ്ട് അവിടെ നിന്ന് പോകുന്നുണ്ട്. ജീനയ്ക്ക് എന്തോ ഒരു സംശയമുണ്ട്, ഇതിപ്പോ എന്താ സംഭവിച്ചേ? പക്ഷെ അവളത് മൈൻഡാക്കാതെ അവളുടെ കേസുമായിട്ട് ബന്ധപ്പെട്ട് പോകുന്നുണ്ട്. അവളുടെ സുപ്പീരിയറും അവളെ വിളിച്ച് വഴക്ക് പറയുന്നുണ്ട്. ആ ടെസിക്കിനെ അറസ്റ്റ് ചെയ്തതുകൊണ്ട് ഞാൻ ഇനി ടെസിക്കിനെ പ്രൂഫ് ഒന്നും ഇല്ലാതെ ഒന്നും ചെയ്യില്ല. സുപ്പീരിയറിനും അത് സന്തോഷമാവുന്നുണ്ട്. പക്ഷേ ടെസിക്കിനെ ഞാൻ പിന്തുടരും തെളിവിന് വേണ്ടിയിട്ട് എന്ന് പറഞ്ഞിട്ട് പോകുന്നു. ഇവളുടെ ജന്മശത്രുവാണ് ആ ടെസിക് എന്ന് പറയുന്ന ആള്. എസ് ഗ്രൂപ്പിന്റെ ചെയർമാൻ ലീയുടെ ഒപ്പം തന്നെ ബെക്കും ഇവിടെ ചാർജ് എടുത്തിട്ടുണ്ടായിരുന്നു. അവനും അവിടെയുള്ള എല്ലാ ജഡ്ജിമാരെയും വക്കീലന്മാരെയും വിളിപ്പിച്ചു കൂട്ടിയിട്ടുണ്ടായിരുന്നു, പുതിയ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട്. അയാളും നീതിയെക്കുറിച്ചും നല്ല ജഡ്ജ് ആയിരിക്കേണ്ട കാര്യങ്ങളൊക്കെ സംസാരിക്കുമ്പോൾ മറ്റൊരാളും അതിനെ എതിർക്കുന്നുണ്ട്. അവിടേക്ക് വരുമ്പോൾ തന്നെ എല്ലാവർക്കും ബേക്കിന്റെ സ്വഭാവവും മനസ്സിലാകുന്നുണ്ട്. തെറ്റായ കാര്യങ്ങൾക്കൊന്നും ഇയാൾ കൂട്ടുനിൽക്കില്ല. മറ്റുള്ളവരും ബേക്കിനെ എതിർത്ത് സംസാരിക്കുമ്പോൾ വില്ലൻ ജഡ്ജും ബേക്കിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നമുക്ക് അദ്ദേഹം ഉപദേശം തരികയാണ്, നമ്മളത് കേൾക്കണം. ഇന്ന് തൊട്ട് ഇവിടെ പ്രത്യേകിച്ച് ഓരോരുത്തർക്ക് ഓരോ അവകാശങ്ങൾ ഒന്നും തന്നെ ഇല്ല. എന്തെങ്കിലും കുറ്റകൃത്യം ഞാൻ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ അത് ഞാൻ വെറുതെ വിടുകയില്ല. ബേക്ക് വന്നിട്ടുണ്ടായിരുന്നത് വില്ലൻ ജഡ്ജിന് അത്രയ്ക്കും ഇഷ്ടമായിട്ടുണ്ടായിരുന്നില്ല. ബേക്കിനും പല കാര്യങ്ങളും അറിയാം. ഇയാളുടെ കൂടെ നിൽക്കാൻ വളരെ കുറച്ച് ജഡ്ജസ് മാത്രമേ കാണൂ. ബാക്കിയെല്ലാവരും ആ വില്ലൻ ജഡ്ജിന്റെ പിന്നാലെയാണ് പോകുന്നത്. അയാളും ലീയുടെ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. അവന്റെ ഇന്നത്തെ ആദ്യത്തെ ദിവസമല്ലേ. വില്ലൻ ജഡ്ജിന്റെ അടുത്ത് ലീ വന്ന് സംസാരിക്കുന്നുണ്ട്. ആ നിയമമന്ത്രിയെ നോമിനേറ്റ് ചെയ്തത് ഈ വില്ലൻ ജഡ്ജിന് അത്ര ഇഷ്ടമായിട്ടുണ്ടായിരുന്നില്ല. നമുക്ക് പ്രോസിക്യൂട്ടർ യോമിനെ വെച്ചുകൊണ്ട് അയാളെ താഴെ ഇറക്കാനായിട്ട് സാധിക്കും. നീ എന്താ പറഞ്ഞു വരുന്നത്? ഈ പ്രോസിക്യൂട്ടറിന്റെ മകൻ US പഠിക്കുകയാണ്, അവൻ ഡ്രഗ്സ് യൂസ് ചെയ്യുന്നുണ്ട്. അത് മാത്രല്ല ഈ നിയമമന്ത്രിയാകാൻ പോകുന്ന ആളുടെ മകളും ഡ്രഗ്സ് യൂസ് ചെയ്യുന്നുണ്ട്. മക്കള് എന്തെങ്കിലും തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇവര് നോമിനേറ്റ് ചെയ്ത് നിൽക്കുന്ന സമയം ഇവർക്ക് അധികം വോട്ടൊന്നും ലഭിക്കുകയില്ല എന്നിവർക്ക് നന്നായിട്ട് അറിയാം. അത് വില്ലൻ ജഡ്ജിന് വല്ലാതെ ഇഷ്ടമാകുന്നുണ്ട്. നിനക്ക് എന്നിൽ നിന്നും എന്തെങ്കിലും വേണോന്ന് ചോദിക്കുമ്പോ ആ പ്രോസിക്യൂട്ടർ യോമിനെ എനിക്ക് വേണം എന്ന് പറഞ്ഞിട്ട് ഇവന്റെ കഴിഞ്ഞ ജന്മത്തിലെ ഭാര്യ ഇവൻ അടിക്കുന്ന കാര്യം വില്ലൻ ജഡ്ജിന് കാണിച്ചു കൊടുക്കുന്നുണ്ട്. അയാളെ വെച്ച് എനിക്ക് ലോ ഓഫീസിൽ സൈൻ ചെയ്യിക്കണം. വില്ലൻ ജഡ്ജും വിചാരിക്കുന്നത് അവളുടെ മുന്നിൽ ഷൈൻ ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും ഇവൻ അങ്ങനെ ചെയ്യുന്നത് എന്നാണ്. ആ പ്രോസിക്യൂട്ടറിനെ അവിടുത്തെ ലീഗൽ അഡ്വൈസർ ആക്കിയാലോ എന്ന് ഞാൻ ആലോചിക്കുന്നുണ്ട്. അത് വില്ലൻ ജഡ്ജും സമ്മതിക്കുന്നു. വില്ലൻ ജഡ്ജും മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, ഇവന് കാര്യങ്ങൾ സാധിക്കാൻ വേണ്ടി കൃത്യമായിട്ട് എല്ലാം കണക്ക് കൂട്ടിയാണ് എന്റെ അടുത്തേക്ക് വന്നിരിക്കുന്നത്. ഇവൻ വില്ലൻ ജഡ്ജിന്റെ റൂമിൽ നിന്ന് ഇറങ്ങി പോകുന്നത് ഇവന്റെ ചീഫും കണ്ടിട്ടുണ്ടായിരുന്നു. അയാളൊരു വൃത്തികെട്ടവനാണെന്ന് ചീഫിന് നന്നായിട്ട് അറിയാം. എന്തിനായിരിക്കും അവൻ അയാളുടെ റൂമിൽ പോയിട്ടുണ്ടായിരിക്കുന്നത്? അവർ രണ്ടുപേരും ഒരുമിച്ച് ചേർന്നാണോ വർക്ക് ചെയ്യുന്നത്? എനിക്ക് എന്തായാലും അവനോട് ഇത് ചോദിക്കണം. ആ സമയം ബേക്കും ചീഫിനെ വിളിക്കുന്നുണ്ട്. അയാൾക്ക് ലീയെ കാണണമെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ചീഫും പേടിക്കുന്നുണ്ട്, വില്ലൻ ജഡ്ജിനെ കണ്ട കാര്യം ഇയാൾ ഇത്ര പെട്ടെന്ന് അറിഞ്ഞോ? പക്ഷെ അതിന് വേണ്ടിയിട്ടായിരിക്കില്ല ബേക്ക് വിളിക്കുന്നത്. ഒരു വലിയൊരു കേസുണ്ട്, ഒരു സിംഗ് ഹോൾ കേസാണ്. അത് വലിയ വിവാദപരമായിട്ടുള്ള കേസാണ്. ചീഫും പേടിക്കുന്നുണ്ട്, ഇത്രയും വലിയ കേസൊക്കെ കൊടുത്താൽ ഇവനത് പറ്റുമോ എന്ന് പോലും അറിയില്ല. ഇവനും ആ ഒരു കേസ് ഏറ്റെടുക്കുന്നുണ്ട്. ഇത് കുറച്ച് റിസ്ക് നിറഞ്ഞ കേസാണ്. പബ്ലിക് ഒരുപാട് ഇടപെട്ടിട്ടുള്ളത് കൊണ്ട് ഇതിന്റെ വിധി പ്രഖ്യാപിക്കുന്നത് കുറച്ച്
റിസ്ക് ഉണ്ട്, എന്നിരുന്നാലും ഞാൻ ഈ ചാൻസ് കളയില്ല, ഏറ്റെടുക്കാമെന്ന് അവന് പറയുന്നുണ്ട്. ചീഫും ഇവനോട് മറ്റൊരു കാര്യം ചോദിക്കുന്നുണ്ട്. നീ സോളിലേക്ക് വന്നിട്ട് അവളെ പോയി കണ്ടിട്ടുണ്ടായിരുന്നോ? ഓൺലൈനിൽ നിങ്ങളെ കുറിച്ച് തന്നെയായിരുന്നു ചർച്ചാ വിഷയം. ഞാൻ കണ്ടു എന്ന് അവനും പറയുന്നുണ്ട്. നിനക്ക് മറ്റെന്തെങ്കിലും എന്നോട് പറയാനുണ്ടോ എന്ന് ചോദിക്കുമ്പോ അങ്ങനൊന്നും ഇല്ലാന്ന് പറഞ്ഞിട്ട് അവനും പോകുന്നുണ്ട്. വില്ലൻ ജഡ്ജിനെ കണ്ട കാര്യമാണ് ഇയാളും ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ലീയും കഴിഞ്ഞ ജന്മത്തിലെ ഭാര്യയെ വിളിച്ചിട്ട് ആ പ്രോസിക്യൂട്ടറുടെ കാര്യം പറയുന്നുണ്ട്. ഞാൻ അയാളോട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നൊക്കെ. ഇവന് കിട്ടിയ പുതിയ കേസ് നോക്കുകയാണ്. യഥാർത്ഥത്തിൽ അവിടെ സംഭവിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അച്ഛൻ മകനെ നോക്കിക്കൊണ്ട് നിൽക്കുകയായിരുന്നു. അവനും കാർ ഓടിച്ച് അച്ഛന്റെ അടുത്തേക്ക് എത്താനായിട്ട് പോവുകയാണ്. അവിടെ മറ്റു കുറച്ചു പേരും ഉണ്ടായിരുന്നു. ഒരാള് വളരെയധികം സ്നേഹിച്ച് വളർത്തിയിട്ടുണ്ടായിരുന്ന ഒരു നായ്ക്കുട്ടിയും അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. മകനോ അച്ഛനെ വിളിച്ച് അച്ഛൻ എവിടെ നിൽക്കുന്നത് എന്ന് ചോദിക്കുമ്പോ ഞാൻ റോഡിന്റെ ഇപ്പുറത്തെ സൈഡിലുണ്ടെന്ന് അയാളും പറഞ്ഞ് അവന് നോക്കുമ്പോ അവനും അച്ഛനെ കാണുന്നുണ്ട്. പക്ഷെ പെട്ടെന്ന് റോഡ് തകർന്ന് ഈ കാറ് ആ വലിയൊരു കുഴിയിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. അവിടേക്ക് തന്നെ ഒരു ബസ്സും മറ്റു കാറും എല്ലാം കൂടെ വന്നിടിച്ച് വലിയൊരു ആക്സിഡന്റ് തന്നെ അവിടെ സംഭവിക്കുന്നുണ്ട്. ആ അച്ഛനും വലിയൊരു ഷോക്കായിരുന്നു. അയാളും മകനെന്ന് വിളിച്ച് ഓടി വരുന്നുണ്ട്. ആ ഒരു വലിയ കുഴിയില് ആ ഒരു കാർ ഉൾപ്പെടെ പോയിട്ടുണ്ടായിരുന്നു. ഇവിടെ വേറൊരാൾക്ക് അയാളുടെ ഒരു നായ്ക്കുട്ടിയെയും നഷ്ടമായിട്ടുണ്ടായിരുന്നു. ഈ റോഡ് മര്യാദയ്ക്ക് പണി ചെയ്യാത്തത് കൊണ്ട് തന്നെ ഈ റോഡ് പണി ചെയ്തിട്ടുണ്ടായിരുന്ന കൺസ്ട്രക്ഷൻ കമ്പനിക്കെതിരെ ഇവര് കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. കൃത്യമായ അഴുക്കുചാലം ഒന്നും തന്നെ വെട്ടിവിടാതെ റോഡ് കൃത്യമായിട്ട് പണി ചെയ്യാതെ വെച്ചിരുന്നത് കൊണ്ടാണ് ഇയാളുടെ മകന് ആക്സിഡന്റ് പറ്റിയിട്ടുണ്ടായിരുന്നത് എന്നാണ് ഇയാളും വാദിക്കുന്നത്. ഇയാളും മറ്റൊരുപാട് വിക്ടിംസും കോടതിയുടെ മുന്നിൽ നിന്ന് സമരം ചെയ്യുന്നുണ്ട്. മീഡിയക്കാരും അവിടേക്ക് വന്നിട്ട് അവിടെ ഉണ്ടായിരുന്നവർക്കൊക്കെ വെള്ളവും മറ്റു കാര്യങ്ങളും കൊടുക്കുന്നുണ്ട്. അവരെല്ലാവരും അത് വാങ്ങിക്കുന്നുണ്ടെങ്കിലും മകനെ നഷ്ടപ്പെട്ട ആ ഒരു അച്ഛൻ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. അയാള് ഇവളിൽ നിന്ന് വെള്ളമൊന്നും തന്നെ സ്വീകരിക്കുന്നില്ല. ഇവള് മീഡിയയിലാണ് വർക്ക് ചെയ്യുന്നത് എന്ന് പറഞ്ഞ് അവളുടെ കാർഡൊക്കെ കൊടുക്കുന്നുണ്ടെങ്കിലും അത് അയാൾ വാങ്ങിക്കുന്നില്ല. ശേഷം വക്കീല് കൂട്ടുകാരനും ലീഡ് അടുത്തേക്ക് വരുന്നുണ്ട്. നിന്നെന്തിനാ ചീഫ് ജഡ്ജി വിളിപ്പിച്ചിട്ടുണ്ടായിരുന്നത്? അത് എനിക്ക് പുതിയൊരു ട്രയൽ വന്നിട്ടുണ്ട്, ഒരു സിംഗിൾ ഹോൾ കേസാണ്. അത് കേൾക്കുമ്പോ അവരൊന്ന് ചിരിക്കുന്നുണ്ട്. കാരണം അത് വലിയ റിസ്ക് ഉള്ള ഒരു കേസായിരുന്നു. നീ ഇവിടെ സോണിലേക്ക് വന്നതല്ലേ ഉള്ളൂ, എന്നിട്ട് ഇത്ര ടഫ് ആയിട്ടുള്ള കേസല്ലേ നിനക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് എന്ന് അവനും കളിയാക്കുന്നത് പോലെ ചോദിക്കുന്നുണ്ട്. ഇവിടെ കോടതിയുടെ മുന്നില് ലീയുടെ മുൻ ജന്മത്തിലെ ഭാര്യയും അവനെ കാണാൻ വേണ്ടിയിട്ട് വരുന്നുണ്ട്. എല്ലാവരും അവളെ തന്നെയാണ് നോക്കുന്നത്. അവളും ലീയുടെ റൂമിലേക്ക് വരുന്നുണ്ട്. അവളെ കാണുമ്പോ വക്കീൽ കൂട്ടുകാരനും ആരാണ് എന്ത് വേണം എന്നൊക്കെ ചോദിക്കുമ്പോ അവളും ഞാൻ ലീയെ കാണാനാണ് വന്നതെന്ന് പറയുമ്പോ അവനും വല്ലാത്ത അസൂയ തോന്നുന്നുണ്ട്. ലീയും ഓ നീ എത്തിയോ, ഇങ്ങനെയാണോ ജഡ്ജിന്റെ ഓഫീസൊക്കെ ഇരിക്കുന്നത്, ഞാൻ ആദ്യമായിട്ട് കാണുകയാ. ലീയും അവളെ വിളിച്ചുകൊണ്ട് അവിടെ നിന്ന് പോകുന്നുണ്ട്. അപ്പോഴാണ് വക്കീൽ കൂട്ടുകാരനും ഒരു കാര്യം മനസ്സിലാകുന്നത്. ഇവൻ വീഡിയോയിൽ കണ്ടിട്ടുണ്ടായിരുന്ന ആ ഒരു പെൺകുട്ടിയാണ് ഇതെന്ന് അവന് മനസ്സിലാക്കിയെടുക്കുന്നു. അതിനുശേഷം ലീയും ഇവന്റെ ഫസ്റ്റ് ട്രയലിൽ വന്നിട്ടുണ്ടായിരുന്ന പ്രോസിക്യൂട്ടർ പാർക്കിനെ കാണുന്നുണ്ടായിരുന്നു. അവനും ടെസിക്കിനെ എങ്ങനെയെങ്കിലും താഴെ ഇറങ്ങണം എന്നുണ്ടായിരുന്നു. അതുകൊണ്ട് പ്രോസിക്യൂട്ടർ ജീനയെ കുറിച്ച് അവനോട് ചോദിക്കുന്നുണ്ട്. നിനക്ക് അവളെ അറിയാമോ? അറിയാമെന്ന് അവനും പറയുന്നുണ്ട്. എന്റെ ജൂനിയർ ആയിരുന്നു ജീന, എനിക്കും അവളെ ഒന്ന് പരിചയപ്പെട്ട കൊള്ളാമെന്ന് ലീയും പറയുന്നുണ്ട്. ആ സമയം ലീക്കും ഒരു മെസ്സേജ് വരുന്നുണ്ട്. ആ നിയമമന്ത്രിയുടെ നോമിനേഷൻ കിട്ടിയിട്ടുണ്ടായിരുന്ന ആളുടെ മകള് ഡ്രഗ്സ് യൂസ് ചെയ്യുന്നുണ്ട്. അത് കയ്യോട് പിടികൂടാൻ വേണ്ടിയിട്ട് ജോൺ ഹോയെ ഒരു ക്ലബിലേക്ക് അയക്കുന്നുണ്ട്. അവൻ അവിടെയെല്ലാം അവളെയും തിരയുന്നു. അവനും അവളെ കണ്ടുകിട്ടുന്നുണ്ട്. അവനും അവിടെ നിന്ന് ഒരുപാട് തെളിവുകള് സ്വീകരിക്കുന്നുണ്ട്. അവള് ഡ്രഗ് യൂസ് ചെയ്യുന്നതിന്റെയും ആൽക്കഹോളും മറ്റും യൂസ് ചെയ്യുന്നതിന്റെയും പിക്ചേഴ്സ് ലീക്കും ജോൺ ഹോ അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇവനിതെല്ലാം ആ പ്രോസിക്യൂട്ടറായ യോമിനും അയച്ചു കൊടുക്കുന്നു. അത് കണ്ടയുടൻ അയാളും ലീയെ വിളിക്കുന്നുണ്ട്. ഈ പെൺകുട്ടി നിയമമന്ത്രിയുടെ നോമിനേഷനുള്ള അയാളുടെ മകളാണ്. മക്കളെയൊക്കെ നന്നായിട്ട് വളർത്തണം, അല്ലെങ്കിൽ പണി കിട്ടുന്നതായിരിക്കും, അത് മകളായാലും മകനായാലും എന്ന് അവനും വാർണിംഗ് കൊടുക്കുന്നുണ്ട്. ഇയാളുടെ മകനും ഡ്രഗ് യൂസ് ചെയ്യുന്നുണ്ട്. അവൻ യുഎസിലാണ് പഠിക്കുന്നത്. നിനക്ക് എന്താണ് വേണ്ടതെന്ന് ലിയോടും അയാൾ ചോദിക്കുന്നുണ്ട്. ശേഷം വില്ലൻ ജഡ്ജിന്റെ സെക്രട്ടറിയും കൂട്ടുകാരും വക്കീലിനെ വിളിച്ചിട്ട് ബേക്കിനെയും ലീയെയും ഒന്ന് നോക്കൊള്ളാനായി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ലീയുടെ പേര് കേൾക്കുമ്പോ എന്നത്തെ പോലെ അവനും അസ്വസ്ഥനാകുന്നുണ്ട്. എന്തിനാ ഈ ലീയെ എപ്പോഴും നോക്കാനായിട്ട് എന്നോട് പറയുന്നത്? അതിനയാളും ബേക്ക് ലീയെയും ഇവിടെ കൊണ്ടുവന്നതിൽ എന്തോ ഒരു ദുരുദ്ദേശമുണ്ട്, അത് നമുക്ക് കണ്ടുപിടിക്കണം. ലീയെ കുറിച്ച് ഒരു കാര്യം പറയാനുണ്ട്. ഇന്ന് അവനെ കാണാൻ വേണ്ടിയിട്ട് ഒരു പെൺകുട്ടി വന്നിട്ടുണ്ടായിരുന്നു. സെക്രട്ടറിയും അവര് കല്യാണം കഴിക്കാനായിട്ട് പോവുകയാണ് എന്നൊക്കെയാണ് ഒരു റൂമർ പറയുന്നത്. ലീയും ഇവളെ കൊണ്ട് ആ പ്രോസിക്യൂട്ടറിനെ സംസാരിക്കാനായിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു. നിന്റെ അച്ഛൻ പറഞ്ഞിട്ടാണോ നീ ഇവിടേക്ക് വരുന്നത്? അവളും ലീ പറഞ്ഞു വിട്ടതുപോലെ തന്നെ പറയുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞിട്ടല്ല ഞാൻ ഇവിടേക്ക് വന്നിരിക്കുന്നത്, മറ്റൊരാളാണ് എന്ന് പറയുമ്പോ ലീയും അവിടേക്ക് വരുന്നുണ്ട്. നിങ്ങൾ രണ്ടുപേരും ഇവിടെ എന്താ ചെയ്യുന്നത്? എന്റെ കയ്യില് കുറച്ച് തെളിവുകളുണ്ട്. ആ നിയമമന്ത്രിയില്ലേ ആളുടെ മകളെ കുറിച്ച്. പിള്ളേര് നമ്മൾ വിചാരിച്ചതുപോലെയല്ല വളരുന്നത്. മകനായാലും മകളായാലും മറ്റേയാളെ കുറിച്ച് വിരട്ടുമ്പോ തീർച്ചയായിട്ടും ഇയാളുടെ മകനും ഇതില് ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് മറ്റുള്ളവർ അറിയും എന്ന് ഇയാൾക്കറിയാം. ആ സമയം ലീയും വാഷിംഗ്ടണില് ഇപ്പൊ എത്ര സമയമായിട്ടുണ്ടായിരിക്കും എന്ന് ചോദിക്കുമ്പോൾ അവളും അത് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. നിന്റെ ലോ ഓഫീസിന് വാഷിംഗ്ടണിലും ഒരു ബ്രാഞ്ച് ഉണ്ടായിരുന്നില്ലേ? അവിടേക്ക് വിളിച്ചിട്ട് കുറച്ച് കാര്യങ്ങൾ എനിക്കറിയണം. അവളും അവിടേക്ക് വിളിക്കുന്നുണ്ട്. ആ പ്രോസിക്യൂട്ടറില്ലേ അയാളുടെ മകൻ കഴിഞ്ഞ ദിവസം ഒരു പാർട്ടി നടത്തിയിട്ടുണ്ടായിരുന്നു. അവിടെ വെച്ച് കുറച്ച് പ്രശ്നങ്ങളുണ്ടായി, പോലീസുകാർ പിടിച്ചിട്ടുണ്ടായിരുന്നു എന്നൊക്കെ അയാളോടും പറയുന്നുണ്ട്. ശേഷം വില്ലൻ ജഡ്ജും ഇരിക്കുന്ന സമയം ആ ഒരു നിയമമന്ത്രിയായി നോമിനേറ്റ് ചെയ്യാൻ പോകുന്ന ആളും ഇവന്റെ അടുത്ത് വന്ന് സംസാരിക്കുന്നുണ്ട്. ഇയാളെ ഒന്നാതെ വില്ലൻ ജഡ്ജിന് കണ്ടൂടാ. നിങ്ങള് ഒരു അനാഥനല്ലേ? നിങ്ങൾ വളർന്നിട്ടുണ്ടായിരുന്നത്
താമസിക്കുന്നത് ഒരു വല്ലാത്ത സ്ഥലത്താണെന്ന് ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, അത് ശരിയാണോ എന്ന് ചോദിക്കുമ്പോ ഇയാളും കുട്ടിക്കാലത്തുണ്ടാകുന്ന ഒരു ഇൻസിഡന്റ് ഓർക്കുന്നുണ്ട്. അയാളും കുട്ടികൾ ഒരിക്കലും വരാൻ പാടില്ലാത്ത ഒരു സ്ഥലത്തായിരുന്നു ജോലി ചെയ്തിട്ടുണ്ടായിരുന്നത്. ആ കൊച്ചുകുട്ടിയെ കൊണ്ട് എല്ലാവരും ജോലി ചെയ്യിപ്പിക്കുമായിരുന്നു. അവിടെ ആഹാരമൊക്കെ ഇരിക്കുന്നത് കാണുമ്പോ ഇവനും വല്ലാത്ത കൊതി തോന്നുന്നുണ്ട്. അവൻ അങ്ങനെ നോക്കി നിൽക്കുന്നത് അവിടെയുള്ള ഒരു സ്ത്രീയും കാണുന്നുണ്ട്. നിയമമന്ത്രി, ഓ അതായിരുന്നല്ലേ കഥ, വേറെ ആൾക്കാർക്ക് ആർക്കും അറിയില്ലല്ലേ എന്നൊക്കെ പറഞ്ഞ് അയാളെയും ഒരുപാട് കളിയാക്കുന്നുണ്ട്. അപ്പോഴാണ് ലീയും കുറച്ച് ഫോട്ടോസ് ഇയാൾക്ക് അയച്ചു കൊടുക്കുന്നത്. ഈ നിയമമന്ത്രി എങ്ങനെയെങ്കിലും താഴെ ഇറക്കണമെന്നാണ് ഈ വില്ലൻ ജഡ്ജും ആഗ്രഹിക്കുന്നത്. ഇവിടെ ഇവരുടെ ഭീഷണിക്ക് വഴങ്ങി പ്രോസിക്യൂട്ടറും ആ ഒരു ലോ ഓഫീസിൽ ജോയിൻ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് സൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇവർക്കും വളരെയധികം സന്തോഷമാകുന്നുണ്ട്. ശേഷം ലീയും വീട്ടിലേക്ക് വരുമ്പോ മുത്തശ്ശിയും കൊച്ചുമകളും അവിടേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അവർ രണ്ടുപേരും പഴകു കൂടിക്കൊണ്ട് നിൽക്കുകയാണ്. അവൾക്കാണെങ്കിൽ പാർട്ട് ടൈം ജോലിക്ക് പോകണമെന്നാണ് ആഗ്രഹം. കാരണം മുത്തശ്ശി കൊണ്ട് പണിയെടുപ്പിച്ച് അവൾക്ക് ജീവിക്കാനായിട്ട് താല്പര്യം ഉണ്ടായിരുന്നില്ല. മുത്തശ്ശിയാണെങ്കിൽ അവൾ നന്നായിട്ട് പഠിക്കുന്നത് കൊണ്ട് തന്നെ ഇപ്പൊ നീ പഠിത്തത്തിൽ ശ്രദ്ധിച്ചാൽ മതി, ഇതൊക്കെ ഞാൻ ചെയ്തു കൊള്ളാം എന്നൊക്കെയാണ് പറയുന്നത്. ഇവർ രണ്ടുപേരും ലീയോട് പരാതി പറയുന്നുണ്ട്. ഒരു കാര്യം ചെയ്യാം എന്ന് പറഞ്ഞിട്ട് ജോൻ ഹോയെ വിളിച്ചു വരുത്തുന്നുണ്ട്. അവനാണെങ്കിൽ ഒരു സൂപ്പർ മാർക്കറ്റ് ഉണ്ടല്ലോ, അവിടെ ആഴ്ചയിൽ ഒരു 3 ദിവസം ഇവള് വർക്ക് ചെയ്യട്ടെ. സ്കൂളിന് ശേഷം 2 മണിക്കൂറൊക്കെ മതി, ബാക്കി ദിവസങ്ങളിൽ ഇവള് പഠിക്കട്ടെ. എന്നാലും 2 മണിക്കൂർ എന്നൊക്കെ പറഞ്ഞ് മുത്തശ്ശി പറയാനായിട്ട് വരുമ്പോ പേരക്കുട്ടിയും വഴക്ക് പറയുന്നുണ്ട്. എന്റെ കൊച്ചുമകളെ നന്നായിട്ട് നോക്കിക്കൊള്ളണേ എന്ന് ജോൻ ഹോയോടും മുത്തശ്ശി പറയുന്നുണ്ട്. ഈ കുട്ടിക്കാണ് ജോൻ ഹോയും ഫുഡൊക്കെ കൊടുത്തുവിടുന്നത്. അവളുടെ അവസ്ഥ ഇവന് മനസ്സിലാകും. അതുകൊണ്ട് നല്ല ഫുഡ് കൊടുക്കാനായിട്ട് സാധിക്കാത്തത് കൊണ്ട് ഇവന് വല്ലാത്ത വിഷമമുണ്ട്. ഇനി നല്ല ഫുഡ് കൊടുത്തിട്ട് അവൾക്ക് വിഷമം എന്തെങ്കിലും തോന്നിയാലോ, അവളെ കുറച്ച് കാണുമെന്ന് വിചാരിച്ചിട്ട് ഇവളും ജോൻ ഹോയെ കുറിച്ച് മുത്തശ്ശിയോടും പറയുന്നുണ്ട്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് കുറച്ച് ഫുഡ് കൊണ്ടുവരാറില്ലേ, അത് അദ്ദേഹത്തിന്റെ സ്റ്റോറിൽ നിന്നിട്ടാണ്. എനിക്ക് എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞെന്ന് പറഞ്ഞിട്ട് നല്ല ഫുഡും കൂടി തന്നെയാണ് തരുന്നത്. എന്നിട്ട് നിനക്ക് അയാളോട് നന്ദി പറയാൻ പാടില്ലായിരുന്നു എന്ന് ചോദിക്കുമ്പോ ഒന്നും അറിയാത്തതുപോലെയാണ് ഞാൻ അവിടെ നിന്ന് പോകുന്നത്. അയാൾക്കും ഒരു വിഷമം തോന്നണ്ടല്ലോ. ഇവിടെ സിഹിയും അച്ഛന് അയാൾ സൈൻ ചെയ്ത ഡോക്യുമെന്റും കൊണ്ടുകൊടുക്കുന്നുണ്ട്. എന്നിട്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇയാൾക്ക് ലീയെ ഭാവി മരുമകനാക്കണമെന്ന് ആഗ്രഹമുണ്ട്. ഇവിടെ കോടതിയുടെ മുന്നിലും ആ ഒരു അച്ഛൻ സമരം ചെയ്യുകയായിരുന്നു. അയാളുടെ മകന്റെ ഫോട്ടോ ഉണ്ടായിരുന്ന ആ ഒരു ഐപാഡും ഓഫ് ആയി പോയിട്ടുണ്ടായിരുന്നു ചാർജ് ഇല്ലാതെ. ഇവളും എന്റെ കയ്യിൽ പവർ ബാങ്ക് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അത് അയാൾക്കും കൊടുക്കുന്നുണ്ട്. ഇപ്പോഴാണ് അയാളും ഇവളെ അക്സെപ്റ്റ് ചെയ്യുന്നത്. അയാളും മകന്റെ ഫോട്ടോസ് ഒക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. എനിക്ക് നിങ്ങളെ സഹായിക്കണമെന്നുണ്ട് എന്ന് പറഞ്ഞ് കാർഡ് കൊടുക്കുന്നു. കഴിഞ്ഞ ദിവസം ഇവള് കാർഡ് കൊടുത്തിട്ടുണ്ടായിരുന്നത് വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ കരുതിയത് ഇവിടുത്തെ ഓഫീസിൽ നിന്നാണ് നിന്നെ അയച്ചിരിക്കുന്നത് എന്നാണ്. അങ്ങനെ അല്ലല്ലോ അല്ലേ എന്ന് ചോദിക്കുമ്പോ അല്ലെന്ന് അവൾ മറുപടി പറയുന്നുണ്ട്. ഈ ഒരു കേസിൽ അകപ്പെട്ടിട്ടുണ്ടായിരുന്ന അവിടുത്തെ മേയറും അവിടെ വന്ന് സമരക്കാരെ കാണുന്നുണ്ട്. ഇവർക്കൊക്കെ എന്താ പ്രശ്നം എന്നൊക്കെ പറഞ്ഞു നോക്കുമ്പോ ആ ഒരു റിപ്പോർട്ടറും അവിടെ ഇരിക്കുന്നത് അയാൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഇയാൾ കണ്ടതും അവിടുത്തെ സമരക്കാരെ മുഴുവൻ ഇയാളുടെ കാറിന്റെ പിന്നാലെ വരുന്നുണ്ട്. ഇവനും ലീയുടെ ഭാവി അമ്മായച്ചന്റെ ഓഫീസിൽ വിളിച്ച് ഇവന്റെ കേസ് ഏറ്റെടുത്തിരിക്കുന്നത് സിഹയുടെ ചേച്ചിയാണ്. ഈ കേസ് നിങ്ങൾ മര്യാദ കൈകാര്യം ചെയ്യുമെന്നല്ലേ എന്നോട് പറഞ്ഞിരുന്നത്. ഇപ്പൊ സമരക്കാരെ മുഴുവൻ ഓഫീസിന്റെ മുന്നിൽ വന്ന് നിൽക്കുകയാണ്. നിങ്ങൾ എന്തായി ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഇയാളും ആ ഒരു അച്ഛനും മകനും ഇല്ലേ, മകന്റെ കേസ് അച്ഛനോട് സംസാരിച്ചിട്ട് അവളുടെ കേസ് പിൻവലിക്കാനായിട്ട് പറയും. ഇവരും തെളിവുകളൊക്കെ നശിപ്പിക്കുകയാണ്. മീഡിയക്കാരും ലീയെ വിളിച്ചിട്ട് ഒരു കേസ് വന്നിട്ടുണ്ട്, ഒരു സിങ്ക് ഹോൾ കേസ് ആണെന്ന് പറയുമ്പോ തന്നെ ലീക്കും കാര്യം മനസ്സിലാകുന്നുണ്ട്. ഇവിടെ മേയറുടെ വക്കീലും ട്രയലിനെ കുറിച്ച് പറയുന്നുണ്ട്. ഇത്രയും വേഗം ഈ കേസ് തീർപ്പാക്കണം. അതിന് അവള് പറയുന്നത് വിക്ടിംസിന് എല്ലാവർക്കും പൈസ കൊടുത്ത് അങ്ങ് സെറ്റിൽ ചെയ്യണം എന്നാണ്. അപ്പോഴാണ് ഇവള് മറ്റൊരു കാര്യം അറിയുന്നത്. ഈ ഒരു കേസിന്റെ ജഡ്ജ് ലീ ആണ്. അത് കേൾക്കുമ്പോ ഇവൾക്ക് കുറച്ച് സന്തോഷമൊക്കെ ആകുന്നുണ്ട്. അവളും ഉടനെ തന്നെ അനിയത്തി വിളിക്കുന്നുണ്ട്. എന്ത് പറ്റി, നീ ഷോപ്പിംഗ് ചെയ്യുകയാണോ? എനിക്കൊരു കാര്യം അറിയണം. നീ ലിയോട് ഈ കേസിന്റെ കാര്യം ഒന്ന് സംസാരിക്കണം. നീ എന്ത് ചോദിച്ചാലും നിനക്ക് ഞാൻ വാങ്ങിത്തരും എന്ന് പറയുമ്പോ അവളും എനിക്കൊരു ലിമിറ്റഡ് എഡിഷൻ ബാഗ് വേണോ എന്ന് അവളോട് പറയുന്നുണ്ട്. എന്ത് വേണമെങ്കിലും വാങ്ങിത്തരാം, ലിയോട് നീ എന്ന് സംസാരിക്കണം. അങ്ങനെ അത് സംസാരിക്കാൻ വേണ്ടിയിട്ട് അവളും ലീയെ കാണാൻ വേണ്ടി വരുന്നുണ്ട്. അവനും എനിക്ക് കുറച്ച് തിരക്കുണ്ട്, അടുത്ത തവണ നമുക്ക് വിശദമായിട്ട് സംസാരിക്കാം എന്ന് അവളോട് പറയുന്നുണ്ട്. എന്നാ ഈ അടുത്ത തവണ? അതൊന്നും പറ്റില്ല, എനിക്കിപ്പോ കണ്ടേ പറ്റൂ, സംസാരിച്ചേ പറ്റൂ. അപ്പോഴാണ് മീഡിയക്കാരി അവിടേക്ക് വരുന്നത്. ഓ, ട്രാഫിക് ബ്ലോക്ക് ആയിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ താമസിച്ചത്. എനിക്ക് ഒരുപാട് വിശക്കുന്നു, നമുക്ക് കഴിക്കാൻ പോയാലോ? ഇത് കാണുമ്പോ സിഹിക്ക് സഹിക്കില്ല. ഞാനാണ് ഇവിടെ ആദ്യം വന്നത്, അയ്യോ നിങ്ങൾക്ക് വേറെ പ്ലാൻസ് ഉണ്ടായിരുന്നോ എന്ന് ചോദിക്കുമ്പോ ഇല്ലെന്ന് അവനും പറയുന്നുണ്ട്. ഇത് കേൾക്കുമ്പോ സിഹിക്കും ദേഷ്യം വരുന്നുണ്ട്. നിനക്കല്ലേ ആ ഒരു സിങ്ക് ഹോൾ കേസ് വന്നിട്ടുണ്ടായിരുന്നത്, ഇത്ര പെട്ടെന്ന് നിങ്ങൾ അറിഞ്ഞോ? ആ ഒരു ലോ ഓഫീസിൽ എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് അറിയാമല്ലോ. ആ ഒരു ലോ ഓഫീസിന്റെ പേര് കേൾക്കുമ്പോ മീഡിയക്കാരെന്ന് ഞെട്ടുന്നുണ്ട്. നമുക്ക് പോകാമെന്ന് പറഞ്ഞ് അവന്റെ കൈയും പിടിച്ച് അവള് പോകുന്നുണ്ട്. ആ സമയം ആ ഒരു അച്ഛന്റെ വീട്ടിലേക്ക് മേയർ പറഞ്ഞു വിട്ടിട്ടുണ്ടായിരുന്ന ഗുണ്ടകളും വന്നിട്ട് ആളെ ഭീഷണിപ്പെടുത്തുന്നുണ്ട്. ആളോട് പണം കൊടുത്തിട്ട് ഈ ഒരു കേസ് പിൻവലിക്കാനായി ആവശ്യപ്പെടുന്നു. പക്ഷെ ആള് അതിന് തയ്യാറാകുന്നില്ല. പണമൊന്നും എനിക്ക് വേണ്ട, നിങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങി പോകാനായിട്ട് ആവശ്യപ്പെടുന്നു. പക്ഷെ ഇയാള് മകനെ ഒരുപാട് അപമാനിക്കുന്നുണ്ട്. അത് കാണുമ്പോ അയാൾക്ക് സഹിക്കില്ല. അയാൾ ഒരു കത്തി എടുത്തുകൊണ്ട് വന്ന് മര്യാദയ്ക്ക് ഇവിടെ നിന്ന് പൊക്കോ എന്ന് പറയുന്നുണ്ട്. ആ വന്നവന് നിങ്ങൾക്ക് ധൈര്യം ഉണ്ടെങ്കിൽ എന്നെ ഒന്ന്
കുത്തിക്കേ എന്നൊക്കെ പറയുമ്പോ ഹാരിക്ക് ദേഷ്യം വന്ന് ഒരു ഫോട്ടോ എടുത്ത് അയാളുടെ തലയ്ക്ക് ഒരു ഏറ് വെച്ചു കൊടുക്കുന്നുണ്ട്. ആ സമയം ഇവിടെ മീഡിയക്കാരി ഈ സിംഗ് ഹോളിന്റെ ട്രയല് ലീക്കാണ് കിട്ടിയിരിക്കുന്നതെന്ന് അറിയുന്നുണ്ടായിരുന്നു. അപ്പൊ നിങ്ങൾ ഈ ലോ ഓഫീസും വക്കീലന്മാരും ജഡ്ജിമാരും എല്ലാം കൂടി ഒത്തു കളിക്കുകയാണോ? എന്നെ പറഞ്ഞാൽ മതിയല്ലോ, എന്ത് പറ്റിയെന്ന് ലീൻ ചോദിക്കുന്നുണ്ട്. ജഡ്ജും വക്കീലന്മാരും ഒന്നിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ ട്രയൽ കൊണ്ട് എന്ത് ഉപയോഗം? ആ സമയം ഇവൾക്ക് ഒരു കോള് വരുന്നുണ്ട്. അത് അച്ഛനാണ് വിളിക്കുന്നത്. ഇവളും അവരുടെ അടുത്തേക്ക് പോകുന്നുണ്ട്. നീ എന്നോട് എന്തോ പറയാനല്ലേ വന്നിട്ടുണ്ടായിരുന്നത്? അവൾക്കും ദേഷ്യം വരുന്നുണ്ട്. നിന്നെ നിന്റെ ചേച്ചിയാണോ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടത്? അവളോട് പറഞ്ഞേക്ക് എല്ലാ കാര്യങ്ങളും നല്ല പടിയായിട്ട് നടക്കും. അതുകൊണ്ട് നീ ഇതിൽ നിന്നും മാറി നിൽക്കുന്നതാണ് നല്ലത് എന്ന് പറഞ്ഞിട്ട് മീഡിയക്കാരുടെ പുറകെ പോകുന്നുണ്ട്. എന്തായിരുന്നാലും ലീ പറഞ്ഞ കാര്യം അവളും ചേച്ചിയോട് വിളിച്ചു പറയുന്നുണ്ട്. ചേച്ചിക്ക് ഒരു കോൺഫിഡൻസ് ഒക്കെ വരുന്നുണ്ട്. ലീ മീഡിയക്കാരോട് നീ എവിടെ പോകുന്നത്? ഒരു മകൻ മരിച്ചില്ലേ, ആ ഒരു കേസുമായിട്ട് ബന്ധപ്പെട്ട് അവന്റെ അച്ഛന്റെ അടുത്തേക്കാണ്. അവിടേക്ക് ഗുണ്ടകൾ വന്നിട്ടുണ്ട്. അവളും വലിയ ദേഷ്യത്തിലാണ്. ഞാൻ ഒറ്റയ്ക്കെല്ലാം കൈകാര്യം ചെയ്തു കൊള്ളാം എന്ന് പറഞ്ഞിട്ട് അവളും പോകുന്നുണ്ട്. കഴിഞ്ഞ ജന്മത്തിൽ ഈ റിപ്പോർട്ടറിനും ആ വീട്ടിൽ വെച്ചിട്ട് ഗുണ്ടകളിൽ നിന്നും അടി കിട്ടിയിട്ടുണ്ടായിരുന്നു എന്ന് ഇവൻ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇവനും അവളെ തടയാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ജോൻഹോയെ വിളിച്ച് കുറച്ച് കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ മേയറുടെ ആളും ഇവരെ ഭീഷണിപ്പെടുത്തുന്നുണ്ട്. ആ സമയം പുറത്തെ ഗുണ്ടകളെയൊക്കെ ആരോ അടിക്കുന്ന സൗണ്ട് ഇവര് കേൾക്കുന്നുണ്ട്. അത് ജോൻഹോയും കൂട്ടുകാരുമായിരുന്നു. ജോൻഹോയും ആ ഗുണ്ടയെ അടിച്ചിടുന്നുണ്ട്. മീഡിയക്കാർ വന്ന് നോക്കുമ്പോ അവിടെയൊക്കെ ആകെ തകർന്നു കിടക്കുന്നതാണ് അവള് കണ്ടിട്ടുണ്ടായിരുന്നത്. ഇവിടെ എന്തെങ്കിലും സംഭവിച്ചോ എന്ന് ചോദിക്കുമ്പോ ഒന്നും പറ്റിയില്ലെന്നാണ് അവര് പറയുന്നത്. ആ അച്ഛൻ എവിടെ പോയെന്ന് ചോദിക്കുമ്പോ അയാളിപ്പോ പുറത്തേക്ക് പോയതാണ്. ആ ഒരു മേയറിനെ ലീയും ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു. എന്നിട്ട് അവനും ഒരു ആക്സിഡന്റ് ഉണ്ടാക്കുന്നുണ്ട്. മേയറിന്റെ കാറിൽ കൊണ്ടിടിച്ചിട്ട് എന്നിട്ട് ആ കാറിൽ കയറി ചവിട്ടി മെതിക്കുന്നുണ്ട്. എന്നിട്ട് അയാളെ തട്ടിക്കൊണ്ടു പോകുന്നു. അയാളെ കെട്ടിവെച്ചിരിക്കുകയാണ്. അയാളും കണ്ണു തുറന്ന് നോക്കുമ്പോ ഫ്രണ്ടിൽ ഒരു JCB നിൽക്കുന്നതാണ് ആള് കാണുന്നത്. അയാളെ കൊല്ലാനായിട്ട് പോകുകയാണ് എന്ന് കരുതി അയാളും നിലവിളിക്കുന്നുണ്ട്. അയാളും നീങ്ങി നീങ്ങി ഒരു കുഴിയിൽ വന്ന് വീഴാനായിട്ട് പോകുന്നുണ്ട്. ആ മകന് സംഭവിച്ചതുപോലെ ജോൻഹോ ആയിരുന്നു ഇതിന്റെയൊക്കെ പിന്നിൽ. അവനും അയാളെ ആ കുഴിക്കകത്ത് തള്ളിയിടുന്നുണ്ട്. ഇത് അച്ഛനും കാണുന്നു. അവനും കുറച്ച് മണ്ണ് വാരി ആ ഒരു കുഴിക്കകത്ത് ഇടുന്നുണ്ട്. ഞാൻ മേയറാടാ, നീയൊക്കെ എന്തായി കാണിക്കുന്നത്? ഇങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല എന്ന് ഞാനും അഭിനയിക്കാം, നിങ്ങളെ ഞാൻ വെറുതെ വിടാം എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് കാണുമ്പോ അച്ഛനും സന്തോഷമാകുന്നുണ്ട്. എനിക്ക് അവൻ മരിച്ചു കാണാനാണ് ആഗ്രഹമെന്ന് ലിയോടും ആ അച്ഛൻ പറയുന്നുണ്ട്. ലിയും ആ കുഴിക്കകത്ത് മണ്ണ് വാരിയിടുകയാണ്. എന്നിട്ടൊരു വലിയ പാറക്കല്ലെടുത്ത് അവിടേക്കും ഇടാനായിട്ട് പോകുന്നുണ്ട്. മേയർ പേടിക്കുന്നു. ഇവിടെ വെച്ച് എപ്പിസോഡ് അവസാനിക്കുന്നു.